വളരെ ബ്യൂട്ടിഫുൾ ആയൊരു സിറ്റിയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഹലോ ഗൈസ്, വെൽക്കം ടു ഹെലൻ ടോക്സ്. നോർവേയുടെ എനർജി ക്യാപിറ്റൽ എന്ന് വിളിക്കുന്ന സ്ഥലമാണ് സ്റ്റവാങ്കർ. വളരെ ദരിദ്ര രാജ്യമായിരുന്ന നോർവേയെ വൺ ഓഫ് ദ റിച്ചസ്റ്റ് കൺട്രി ആക്കി മാറ്റിയത് ഇവിടെ ഓയിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ്. നോർവേയുടെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള മനോഹരമായ കടലോര നഗരമാണ് സ്റ്റവാങ്കർ. ഇവിടെ കാണാനായിട്ടും ഒരുപാട് അട്രാക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇത് വിനോദസഞ്ചാരികൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ്. 1 അവർ ഫ്ലൈറ്റ് ജേർണിക്ക് ശേഷം ഫ്രൈഡേ നൈറ്റാണ് ഞങ്ങൾ സ്റ്റവാങ്കർ എത്തിയത്. എയർപോർട്ടിൽ നിന്ന് ഒരു റെൻ്റൽ കാറൊക്കെ എടുത്ത് ഞങ്ങൾ യാത്ര തിരിച്ചു. എയർബിഎൻബിനെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ഞങ്ങളുടെ യാത്ര. നേരത്തെ ബുക്ക് ചെയ്തതിനാൽ തന്നെ ചെന്നപടി കീ എടുത്ത് വീട്ടിൽ കയറി. പിന്നീട് ഞങ്ങളുടെ ആലോചന നെക്സ്റ്റ് ഡേ എന്ത് ചെയ്യുമെന്നതായിരുന്നു. ബിക്കോസ് ഞങ്ങൾ വന്ന ദിവസവും നെക്സ്റ്റ് ഡേ നല്ല മഴയാണ്. പ്രക്കിസ്റ്റോൺ ഹൈക്കിങ് ലക്ഷ്യം വെച്ച് വന്നതാണെങ്കിലും അതെന്തായാലും നെക്സ്റ്റ് ഡേ നടക്കില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞങ്ങളീ പോകുന്നത് സ്റ്റവാങ്കർ സിറ്റി എക്സ്പ്ലോർ ചെയ്യാനാണ്. സ്റ്റവാങ്കർ സിറ്റി ടൂർ മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ കാർ എടുക്കാത്തതാണ് ഏറ്റവും നല്ലത്. കാരണം ഞാൻ ഇവിടെ വന്ന ശേഷമാണ് അറിയുന്നത് വീക്കെൻഡ് പബ്ലിക് ട്രാൻസ്പോർട്ട് ടിക്കറ്റ് ഒരാൾക്കെടുത്താൽ കൂടെയുള്ള ഒരാൾക്കും കുട്ടിക്കും ഫ്രീ ആണെന്നുള്ളത്. അതുമാത്രമല്ല സിറ്റിക്കുള്ളിൽ കാർ പാർക്കിംഗ് ആൻഡ് ഇഷ്യൂ നടക്കുകയും വേണ്ട. അങ്ങനെ സ്റ്റവാങ്കറിൽ ഞങ്ങൾ ഫസ്റ്റ് കാണാൻ പോയത് സോഡിൻ റോക്ക് കാണാനായിരുന്നു. സ്റ്റവാങ്കറിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ അകലെയാണ് ദ സിംബൽ ഓഫ് നോർവീജിയൻ ഐഡൻറ്റിറ്റി എന്നറിയപ്പെടുന്ന ഈ സ്ഥലം. സ്റ്റവാങ്കറിന് സമീപമുള്ള ഹാഫ്രെ ഫ്യോർഡ് കരയിൽ സ്ഥിതി ചെയ്യുന്ന അതിസുന്ദരമായ ചരിത്ര സ്മാരകമാണ് സ്വെർഡിൻഫെൽ. 3 വെങ്കല വാളുകൾ പാറയിൽ പതിപ്പിച്ചിരിക്കുന്നു. ഇത് നോർവേയുടെ റിച്ച് ഹിസ്റ്ററിയും ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജിനെയും സൂചിപ്പിക്കുന്നു. ക്രിസ്തുവിന് മുൻപ് 872 നടന്ന യുദ്ധത്തിൽ ഹറാൾഡ് രാജാവ് നോർവയെ ഒരുമിച്ച് ചേർത്ത് ഒരുക്കിയതിനെയാണ് ഇത് ഓർമ്മപ്പെടുത്തുന്നത്. ഈ 3 വാളുകൾ നോർവേയുടെ യൂണിറ്റി, പീസ്, ഫ്രീഡം എന്നിവയെല്ലാം സൂചിപ്പിക്കുന്നു. സൂര്യാസ്തമയ സമയത്തിൽ ഇവിടെ നിന്നുള്ള കാഴ്ച അതിമനോഹരം എന്നാണ് പറയാറ്. പക്ഷെ ഇന്ന് മഴയായതിനാൽ ഞങ്ങൾക്ക് അത്ര മനോഹരമായൊരു കാഴ്ചയല്ല കിട്ടിയത്. അതിനുശേഷം ഞങ്ങളൊരു കോഫി കുടിക്കാനായി അടുത്തുള്ള മാളിലേക്ക് പോയി. അവിടെ വെച്ച് ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനെയും മീറ്റ് ചെയ്തു. ഇനിയുള്ള ഞങ്ങളുടെ ടൂർ ഗൈഡ് കൂടിയാണ് ആ ഫ്രണ്ട്. അല്ലാണ്ട് കാർ ഒരിടത്ത് പാർക്ക് ചെയ്ത ശേഷം ഞങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് പിന്നീട് യൂസ് ചെയ്തത്. ചെറിയൊരു സിറ്റി ആയതിനാൽ തന്നെ വാക്കിംഗ് ടൂർ നടത്തി കാണാനായി ഉണ്ടാവൂ എന്ന് ഫ്രണ്ട് കൂടി പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. അങ്ങനെ മഴ പെയ്ത് തോർന്ന ഒരു നേരത്ത് ഞങ്ങൾ സിറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങി. ഒരുപാട് ആളും ബഹളവും ഒന്നുമില്ലാതെ വളരെ കാമായ ഒരു സിറ്റി, അതാണ് സ്റ്റവാങ്കർ. സ്റ്റവാങ്കർ നോർവേയുടെ 4ാമത്തെ വലിയ നഗരം കൂടിയാണ്. റോഗലാൻഡ് പ്രവിശ്യയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1970കളിൽ എണ്ണ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇവിടെ, അതായത് നോർവേ മുഴുവൻ സാമ്പത്തിക പുരോഗതി കൈവരിച്ചത്. നോർവേയിൽ മെയിനായിട്ട് 5 സിറ്റിയാണുള്ളത്: ഓസ്ലോ, ബെർഗൻ, സ്റ്റവാങ്കർ, ട്രോംഹെയിം ആൻഡ് ട്രോംസോ. അതിലെ ഓയിൽ ക്യാപിറ്റൽ ഓഫ് നോർവേ എന്ന് വിളിക്കുന്നതും ഈ സ്റ്റവാങ്കറിനെ തന്നെയാണ്. നമ്മളീ കാണുന്നത് സിറ്റിക്കുള്ളിലെ ബൈപ്പാർക്കനാണ്. സിറ്റി സെൻട്രലിനും ഗാമല സ്റ്റവാങ്കറിന് നടുവിലായുള്ള ബൈപ്പാർക്കം കാണാൻ അതിമനോഹരമാണ്. ഈ സ്റ്റവാങ്കർ സിറ്റി ഉള്ളത് ഒരു ഫ്യോർഡിൻ്റെ അടുത്തായാണ്, ബൈഫ്യോർഡ്. അങ്ങനെ ഫ്യോർഡും കുന്നും മാത്രമല്ല ഈ സ്റ്റവാങ്കറിൽ കാണാനായിട്ടുള്ളത്, നല്ലൊരു ബീച്ച് കൂടിയുണ്ട്, സോള ബീച്ച്. മഴയായതിനാൽ തന്നെ ഞങ്ങൾ ബീച്ച് കാണാനായിട്ട് പോയില്ല, ബട്ട് നല്ല അടിപൊളി ബീച്ചാണെന്നാണ് കേട്ടത്. ഇതുകൂടാതെ ഇവിടെ പ്രൈവറ്റ് ഐലൻഡുകൾ കൂടിയുണ്ട്.
ഫ്ലോറ എന്ന് വിളിക്കുന്ന ആ ഐലൻഡിൽ എത്തണമെങ്കിൽ ബോട്ട് വഴിയാണ് നമ്മൾ എത്തേണ്ടത്. ആ ബോട്ട് സർവീസുകളൊക്കെയും തന്നെ വിനോദസഞ്ചാരികളെ ഉദ്ദേശിച്ച് മാത്രമുള്ളതിനാൽ സമ്മറിലാണുള്ളത്. കാരണം സമ്മർ ടൈമിലാണ് ആ ഐലൻഡ് സന്ദർശിക്കാൻ ഏറ്റവും ഉത്തമം. അങ്ങനെ സിറ്റിയിലെ കുറേ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ നെക്സ്റ്റ് പോയത് ഗാമലെ ബിയൻ കാണാനായിട്ടാണ്. വുഡൻ ഹൗസ് കൊണ്ട് നിർമ്മിച്ച ഒരുപാട് പഴക്കമുള്ള വീടുകളുള്ള ഒരു ഏരിയ. ഗാമലെ എന്ന വാക്കിനർത്ഥം തന്നെ പഴയത് എന്നാണ്. 18th സെഞ്ച്വറിയിൽ നിർമ്മിച്ചവയാണ് ഇവയിൽ പലതും. റിച്ച് ആയിട്ടുള്ള ആളുകൾ താമസിച്ചിരുന്ന ഒരു ഏരിയ. ഇവിടെ നോക്കിയാൽ നമുക്ക് ട്രഡീഷണൽ ആർക്കിടെക്ചർ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിനുള്ളിലെല്ലാം തന്നെ ആളുകൾ താമസിക്കുന്നുണ്ട്. ഇതിലെ നടപ്പാതയും കല്ല് പാകി ഒരുക്കിയ രീതിയിലായിരുന്നു. ഫുഡ് ഫെസ്റ്റിവലും ക്രിസ്മസ് ഫെസ്റ്റിവലും ഒക്കെ ഇവിടെ വെച്ച് നടത്താറുണ്ട്. ഇതിൻ്റെ ഒരു ഓപ്പണിംഗ് ബൈഫ്യോർഡനിലേക്കാണ് എത്തിച്ചേരുക. സ്റ്റവാങ്കർ സിറ്റി ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബൈഫ്യോർഡിൻ്റെ സമീപത്തായതിനാൽ തന്നെ ഇതാണ് സ്റ്റവാങ്കറിലേക്ക് എത്തിച്ചേരാനുള്ള പ്രധാന കടൽമാർഗം. സോ ഒരുപാട് ഫെറികളും ബോട്ടുകളും കപ്പലുകളും ഒക്കെ ഇതിൻ്റെ സമീപത്തായി കിടപ്പുണ്ടാവും. അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ ഗാമലെ ബേയുടെ സമീപത്തായി ഒരു കൂറ്റൻ കപ്പൽ കിടക്കുന്നത് കണ്ടത്. അങ്ങനെ നടന്ന് ഞങ്ങൾ ഗാമലെ സ്റ്റവാങ്കറിൽ നിന്ന് പുറത്തിറങ്ങി. അതിമനോഹരമായൊരു പ്ലേസ് ആയിരുന്നു കേട്ടോ ഗാമലെ സ്റ്റവാങ്കർ. നോർവേയിലെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായൊരു പ്ലേസ്. ഒരുപാട് വിനോദസഞ്ചാരികൾ ഈ കൊച്ചു സ്ഥലം കാണാനായി ദിവസേന എത്താറുണ്ട്. അതിലൊരു മാർഗമാണ് ഈ കപ്പൽ വഴി. ഒരുപാട് ആഡംബര കപ്പലുകൾ ദിവസേന ഈ തീരത്തെത്തിച്ചേരുന്നതിനാൽ തന്നെ ഓയിൽ കൊണ്ട് മാത്രമല്ല സ്റ്റവാങ്കർ റിച്ച് എന്ന് മനസ്സിലായി. ഈ കാണുന്നതൊക്കെ ബൈഫ്യോർഡനാണെങ്കിൽ ഇവിടുന്ന് ഏകദേശം 40 കിലോമീറ്റർ കിഴക്കായി വളരെ ആഴമുള്ള പാറകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഫ്യോർഡാണ് ലീസെ ഫ്യോർഡ്. അതിന് സമീപത്തായാണ് ലോകശ്രദ്ധ നേടിയ ബ്രക്കിസ്റ്റോളനും ഷെറാഗും ഒക്കെ. ലീസെ ഫ്യോർഡ് എന്ന വാക്കിനർത്ഥം തന്നെ പ്രകാശമുള്ള ഫ്യോർഡ് എന്നാണ്. അതായത് അതിലെ വാട്ടർ നീലയും പച്ചയും നിറത്തി കിടക്കുന്നതിനാൽ നല്ല തെളിഞ്ഞതും പ്രകാശം പ്രതിഫലിക്കുന്നതുമാണ്. അതുവഴിയുള്ള ഫ്യോർഡ് ക്രൂസുകളും ഹൈക്കിങ്ങും കയാക്കിങ്ങും ഒക്കെ വേറെ ലെവലാണ്. അങ്ങനെ സിറ്റിക്കുള്ളിൽ കൂടി നടന്ന് ഞങ്ങൾ ഫാർഗ ഗാർട്ടനിലെത്തി. ഫാർഗൻ എന്നാൽ കളർ എന്നാണ് അർത്ഥമാക്കുന്നത്. ഗാട്ട എന്നാൽ സ്ട്രീറ്റും. ചുരുക്കി പറഞ്ഞാൽ നല്ല കളർഫുള്ളായൊരു സ്ട്രീറ്റ്. നോർവേയിലെ തന്നെ കളർഫുൾ സ്ട്രീറ്റാണിത്. കളർഫുൾ കൊണ്ട് മാത്രമല്ല കേട്ടോ, ഹിസ്റ്റോറിക്കൽ സിറ്റി സെൻറ്റർ കൂടിയാണിത്. ഈ കാണുന്നവയെല്ലാം തന്നെ കഫേകളും ഷോപ്പിംഗ് സെൻറ്ററുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെയാണ്. ഇപ്പം നിങ്ങൾ കണ്ടതുപോലെ ഒരുപാടധികം പ്രോഗ്രാംസ് ഇവിടെ വെച്ച് നടത്താറുണ്ട്.
അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിച്ചെന്ന് നിന്നത് നോർവീജിയൻ പെട്രോളിയം മ്യൂസിയത്തിന് മുൻപിലാണ്. ഇത് ഒഫീഷ്യലി ഓപ്പൺ ആക്കിയത് 1999 മെയ് 28-നാണ്. നോർവേയിലെ മോസ്റ്റ് വിസിറ്റഡ് മ്യൂസിയം കൂടിയാണിത്. നോർവേയിലെ എണ്ണ വ്യവസായത്തിൻ്റെ ചരിത്രം, സാങ്കേതികവിദ്യ എന്നിവ പ്രദർശിപ്പിക്കുന്ന സ്ഥലം കൂടിയാണിത്. നോർവേ ഉത്തരസമുദ്രത്തിൽ വലിയ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്തിയതും പെട്രോളിയം മേഖലയിൽ പ്രമുഖനായി മാറിയതിനും സാക്ഷ്യമായ ഒരു കേന്ദ്രം. ഈ മ്യൂസിയത്തിനുള്ളിൽ നിലനിൽക്കുന്ന നോർവേ സമുദ്രത്തിലെ എണ്ണ പ്ലാറ്റ്ഫോമുകളുടെ പുത്തൻ മോഡലുകളും എങ്ങനെ ഇതൊക്കെ പ്രവർത്തിക്കുന്നു, ഡ്രില്ലിംഗ് പ്രോസസ്സ്, പ്രൊഡക്ഷൻ, സേഫ്റ്റി പ്രോസസ്സ് എല്ലാം വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. രാവിലെ 10 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെയാണ് ഇത് ഓപ്പൺ ആക്കാറുള്ളത്. സമയം 6 മണി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെന്നപ്പോൾ അത് അടച്ചിരുന്നു. ഇനി ഇവിടുത്തെ വളരെ ഫേമസ് ആയ ടൂറിസ്റ്റ് അട്രാക്ഷനായ പ്രക്കിസ്റ്റോളിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. കടലിനടിയിൽ കൂടിയുള്ള ഈ ടണൽ കടന്നു ചെന്നാലാണ് നമ്മൾ പ്രക്കിസ്റ്റോള ഹൈക്കിംഗ് സ്പോട്ടിലെത്തുക. 1982 അടി 600 മീറ്ററിന് മുകളിലുള്ള പാറയാണിത്. ഇതിൻ്റെ മറ്റൊരു പേര് പുൾപിറ്റ് റോക്ക് എന്നാണ്. സ്റ്റവാങ്കറിൽ നിന്നും ഏകദേശം 40 കിലോമീറ്ററോളം ഡ്രൈവ് ചെയ്താലാണ് നമ്മളിവിടെ എത്താൻ പറ്റുക. 2 മുതൽ 4 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഹൈക്കിങ്. അത് നടത്തിയാൽ മാത്രമേ ഇതിന് മുകളിൽ എത്താൻ സാധിക്കുകയുള്ളൂ. എത്തിക്കഴിഞ്ഞാൽ അതിമനോഹരമായ ലീസഫ്യോർഡാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതും ഇത്ര ഉയരത്തിൽ നിന്നുകൊണ്ട്. ഇതിനെപ്പറ്റിയുള്ള വിശദമായ കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഇനി ഇവിടെ കാണാനായിട്ടുള്ള മറ്റൊരു ഫേമസ് പ്ലേസ് ആണ് സ്റ്റവാങ്കർ കത്തീഡ്രൽ. നഗരത്തിൻ്റെ ഹൃദയഭാഗത്തായി സ്റ്റവാങ്കർ കത്തീഡ്രൽ ഉള്ളത്. നോർവേയിലെ ഏറ്റവും പഴയ കത്തീഡ്രലുകളിൽ ഒന്നാണിത്. 1125-ലാണ് റോമൻസ് ശൈലിയിലുള്ള കല്ല് നിർമ്മിതിയോട് നിർമ്മിക്കപ്പെട്ടതാണിത്. പിന്നീട് ഗോത്തിക് ശൈലിയിലേക്ക് നവീകരിച്ച് രൂപകൽപ്പന നടത്തി. 900 വർഷത്തിലേറെ നോർവേയുടെ ചരിത്രസാക്ഷ്യമായി മാറിയ ഒരു ചർച്ചാണിത്. അങ്ങനെ കടലോര നഗരമായ സ്റ്റവാങ്കറിലെ മത്സ്യഗ്രാമവും തുറമുഖത്തിൻ്റെ സജീവ ജീവിതവും എല്ലാം ചേർന്നുള്ള ഒരു യാത്രയായിരുന്നു ഇത്. ഈ യാത്രയിൽ ചരിത്രവും പ്രകൃതിയും ഒരുമിച്ച് അനുഭവിക്കാനുള്ള അവസരവും ഇവിടെ നിന്ന് ലഭിച്ചു. പിന്നീട് ഞങ്ങൾ പോയത് സ്റ്റവാങ്കർ വന്നു കഴിഞ്ഞാൽ 1-2 മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ എത്താവുന്ന സാന്നസ് എന്ന സിറ്റിയിലാണ്. സ്റ്റവാങ്കറും സാന്നസും ഒരുമിച്ച് വളർന്നു വന്ന 2 സിറ്റികളാണ്. നോർവേയിൽ തന്നെ 7th ലാർജസ്റ്റ് സിറ്റിയിൽ ഒന്നാണിത്. ആദ്യകാലമൊക്കെ സാന്നസ് ഹോയ്ലാൻഡ് എന്ന പ്രദേശത്തിൻ്റെ ഭാഗമായിരുന്നു. 1700കളുടെ അവസാനം ഇത് സെപ്പറേറ്റ് ചെയ്യപ്പെട്ടു. ഇത് നോർവേയുടെ ഏറ്റവും വേഗത്തിൽ വളരുന്ന നഗരങ്ങളിൽ ഒന്നാണ്. അങ്ങനെ സ്റ്റവാങ്കർ സിറ്റീനെ പറ്റി കേട്ടു അറിഞ്ഞും നല്ല കാറ്റും തണുപ്പുമുള്ള ഒരു വൈകുന്നേരം സ്റ്റവാങ്കർ സിറ്റിയോട് ബൈ പറഞ്ഞ് ഞങ്ങൾ യാത്ര തിരിച്ചു. ഇനി ഞങ്ങൾക്ക് നാളെ മോസ്റ്റ് ഫേമസ് ടൂറിസ്റ്റ് അട്രാക്ഷനിലൊന്നായ പ്രക്കിസ്റ്റോളം കയറാനായി തയ്യാറെടുക്കേണ്ടതുണ്ട്. മഴ പെയ്യില്ല എന്ന ശുഭപ്രതീക്ഷയോടെ. അപ്പോൾ കൂടുതൽ യാത്രാ വിവരണങ്ങൾക്കായി ഹെലൻ ടോക്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.